പ്രിയമുള്ള സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രദേശത്ത് ഒരുപാട് പേർക്ക് പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി പദ്ധതി ലഭിക്കാത്തവരുണ്ട്. ഒരുപാട് പേര് അപേക്ഷിച്ചിട്ടും ഇതുവരെ പൈസ ലഭിക്കാത്തവരുണ്ട്. അതെന്താണ് പ്രശ്നമെന്ന് വിശദമായിട്ട് അന്വേഷിക്കാത്തവരുണ്ട്. ഇതിനൊക്കെയുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ അപേക്ഷിച്ചവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്ത ഫോണുമായിട്ട് ഏതാണോ അടുത്തുള്ള അക്ഷയകേന്ദ്രയിൽ പോവുക. ഇനി നിങ്ങൾ ഓൺലൈനിലായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കയ്യിൽ ആ സ്ലിപ്പും ഉണ്ടെങ്കിൽ അതും എടുക്കുക. അതും എടുത്തിട്ട് അടുത്തുള്ള അക്ഷയകേന്ദ്രത്തിൽ പോയിട്ട് ഈ ആധാറിൻ്റെ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ആ ഫോണിൽ ഒരു OTP വരും. ഈ OTP പ്രകാരം നിങ്ങൾ ആ OTP പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫയലിൻ്റെ അവസ്ഥ എന്താണ്, ആ അവസ്ഥ ഇപ്പോൾ എവിടെയാണ് ആ ഫയൽ ഉള്ളത്, ആ ഫയൽ എന്ത് കാരണത്താലാണ് നിങ്ങൾക്ക് പൈസ കിട്ടാത്തത്, ഇതിൻ്റെ എല്ലാമായിട്ടുള്ള കാര്യങ്ങൾ ABCD EFT വരെ എല്ലാ കാര്യങ്ങളും ആ OTP കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് പറഞ്ഞു തരും. അത് പ്രകാരം ചിലത് നമ്മൾ കോഴിക്കോട്, അതായത് കോഴിക്കോട് കോർപ്പറേഷനിൽ, പിന്നെ പുതിയങ്ങാടി, അത്താണിക്കൽ, വെസ്റ്റീൽ ഭാഗങ്ങളിലുള്ളതൊക്കെ പുതിയറിയാണ് വരുന്നത്. പിന്നെ കിടക്കുന്നത് വെച്ചാൽ എലത്തൂർ വരുന്നത് പുതിയ നേരത്ത്, പുതിയാപ്പ, എലത്തൂർ ഒക്കെ വരുന്നത് എലത്തൂർ കൃഷിഭവനിലാണ്. അപ്പോൾ ഇവിടെ പോവുക. ചിലത് അവിടെ പോയിട്ട് നമ്മൾ രണ്ടാമത് ക്യാൻസൽ ചെയ്തിട്ട് പുതിയതായിട്ട് അപേക്ഷിക്കേണ്ടി വരും. ചിലർ അറിയാത്ത ഓൺലൈൻ വഴി ചെയ്തിട്ട് വീണ്ടും അത് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്. ഇതിനൊക്കെയുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. പുതിയത് അപേക്ഷിക്കണമെങ്കിൽ പുതിയ അപേക്ഷ ഇപ്പം സമർപ്പിക്കാം, ഓൺലൈനിൽ പോയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനുള്ള എല്ലാത്തിനുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കിസാൻ സമ്മാൻ നിധി, പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി നിങ്ങൾക്ക് എന്ത് കാരണത്താലാണോ കിട്ടാത്തത് അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഒരു നല്ല അറിവായിട്ട് എല്ലാവരിലേക്കും ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.